കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ നൽകിയ നല്ല സന്ദർഭത്തിനായ സ്തോത്രം. അനുഗ്രഹീതമായ പാട്ടുകളിലൂടെയും അല്പസമയം അന്യഭാഷകളിലൂടെയും നമ്മളത് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഒരു ഭക്തൻ്റെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ഒഴിവാക്കുവാൻ കഴിയാത്ത ഘടകങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, നാം നമ്മുടെ ദൈവത്തോട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അല്പസ്നാനം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ദാനങ്ങളിൽ ഒരു ദാനമാണ് ആത്മസ്നാനം. രണ്ടാമത്, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് വീണ്ടും നമ്മൾ ഒരുമിച്ച് ഇന്ന് രാവിലെ ഒരു ഉണർവിനായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഉണർവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ ആഴമേറിയതാണ്, വിലയേറിയതാണ്. ഞാനൊരു വാക്യം നിങ്ങളെ ഇന്ന് രാവിലെ ദൈവാത്മാവിൽ തിരുവചനത്തിൽ നിന്ന് കാണിച്ച് നിങ്ങളെ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവിനാൽ ഒരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാക്യം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അത് വായിക്കാമെങ്കിൽ ഒന്ന് ആ വാക്യം വായിക്കാമെങ്കിൽ നന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അടുത്ത വാക്യം കൂടെ. അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് നമുക്ക് അവിടെ നമുക്ക് 2 പദങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. ഒന്നാമത്തെ പദം. വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തില് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. ഒരു മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ഒരു കഥയുണ്ട്. ഈ മുടിയൻ പുത്രന്റെ കഥയിൽ 15-31 ഒരാളൊന്ന് വായിക്കാമോ? അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിന്റേതാകുന്നു. ഇവിടെ ഈ രാവിലെ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു മാനുഷിക പിതാവുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ സമ്പത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇവിടെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ കാര്യവും മുടിയൻ പുത്രന്റെ കഥയ്ക്കകത്തുള്ള മൂത്ത ജ്യേഷ്ഠന്റെ കഥയുമാണ് ഈ 2 ഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ഇവിടെ ഈ മുടിയൻ പുത്രൻ എന്ന, ഞാൻ അങ്ങനെ മുടിയൻ പുത്രന്റെ കഥയല്ല കേട്ടോ, അത് സത്യത്തിൽ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ വേറെ മാർഗമില്ല കഥ പറയാനുണ്ട്. 2 മക്കളുടെ കഥ. ഈ കഥയ്ക്കകത്തുള്ള 2 മക്കൾക്കും അപ്പന്റെ സമ്പത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരുത്തൻ ദൈവത്തെ വിട്ട് കുറ്റബോധം നിമിത്തം അപ്പനെ വിട്ട് അകന്നുപോയി അവൻ കുറ്റബോധത്തിൽ ജീവിക്കുകയാണ്. മറ്റൊരുത്തൻ അപ്പന്റെ കൂടെ ഉണ്ട്, പക്ഷേ അപ്പൻ്റെത് എന്റെയാണെന്നുള്ള ബോധമില്ലാതെ അപ്പന്റെ കൂടെ ജീവിക്കുകയാണ്. 2 പേർക്കും അർത്ഥാൽ അപ്പന്റെ സ്വത്ത് അപ്പൻ്റേത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അബ്രഹാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ഇസഹാക്ക് അനുസരണമുള്ള യാഗപീഠത്തിന്മേൽ കയറി കിടന്ന അബ്രഹാമിന്റെ മകനാണ്. ഇസഹാക്ക് ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നു.
ഇവിടെ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ദൈവത്തിൽ നിന്ന് ദാനങ്ങൾ അനുഭവിക്കേണ്ടവരാണോ അതോ ദൈവത്തിൽ നിന്ന് അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരാണോ? അവകാശം അനുഭവിക്കേണ്ടവരാണ്. ഈ ഭൂമിയിൽ നമ്മള് ദുഷ്ടന്മാരും നല്ലവരും എല്ലാവരും ദൈവത്തിൽ നിന്നുള്ള ദാനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അബ്രഹാം തന്റെ ദാസിമാർക്ക് ദാനങ്ങൾ കൊടുത്തു, വെപ്പാട്ടികൾക്ക് ദാനങ്ങൾ കൊടുത്തു. ഇന്ന് രാവിലെ നമുക്ക് പറയണം, ഞങ്ങൾക്ക് ദാനങ്ങളല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് അവകാശങ്ങളാണ്. നമുക്ക് അവൻ അവകാശം നൽകുന്നത്, അബ്രഹാം ഇസ്ഹാക്കിന് അവകാശം കൊടുത്തത് തൻ്റെ സമ്പത്തിനനുസരിച്ചാണ്. തൻ്റെ സമ്പത്തിൽ നിന്നല്ല, സമ്പത്തിന് ഒത്തവണ്ണമാണ്. ഇതുപോലെ ദൈവം നമുക്ക് അവകാശങ്ങൾ നൽകുന്നത് തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനനുസരിച്ചാണ്. ദൈവത്തിന്റെ എല്ലാ സമ്പത്തും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സമ്പത്തെന്ന് പറയുമ്പോൾ സാമ്പത്തികം എന്ന ഒരു ചിന്തയല്ല നിങ്ങളുടെ അകത്ത് വരേണ്ടത്. ദൈവിക സമ്പത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാചകത്തിനകത്ത് ഞാൻ പറഞ്ഞു തേജസ്സിന്റെ സമ്പന്നത, അവന്റെ മഹത്വത്തിന്റെ സമ്പന്നത. ഞാൻ ഇന്ന് പകൽ നടക്കുന്ന ക്ലാസ്സിനകത്ത് ദൈവം അനുവദിച്ചാൽ ഞാൻ ആ ഭാഗം എടുക്കും. നിങ്ങളെ ദൈവികമായി ദൈവവിഷയം സംബന്ധിച്ച് സമ്പന്നരാക്കേണ്ടതിന്, അപ്പം ആത്മീകമായി നിങ്ങൾ സമ്പന്നരായാൽ അത് ഭൗതികത്തിൽ വരും കേട്ടോ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ പറയുന്ന സമ്പന്നത ഭൗതികമല്ല, ഞാൻ പറയുന്ന സമ്പന്നത ആത്മീകമാണ്. നിങ്ങളെ ദൈവികമായി സമ്പന്നരാക്കാനാണ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്. അവൻ കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് നിങ്ങൾ സമ്പന്നരാകേണ്ടവനാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ വരാം. ദൈവരാജ്യം സംബന്ധിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം. ആ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്നവനാണ്. അവന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നവനാണ്. നിങ്ങളെ അവൻ വളർത്തുന്നവനാണ്. ഇതൊക്കെ കുറെ കാര്യം പഠിക്കാനുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഡിവൈൻ ദൈവിക സമ്പന്നതയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് ദൈവാത്മ തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് തുറക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് അജ്ഞതകളും കുറ്റബോധങ്ങളും നിങ്ങളെ ബാധിക്കരുത്. അപ്പന്റെ വീട്ടിൽ നിൽക്കുന്ന മൂത്തപുത്രനെ പോലെ നിങ്ങൾ അജ്ഞരാകരുത്. അപ്പന്റെ ഭവനം വിട്ട് സ്വന്തം ഇഷ്ടത്തിന് കറങ്ങാൻ പോയ ഇളയ മകനെ പോലെ നിങ്ങൾ കുറ്റബോധമുള്ളവരാകരുത്. നമുക്ക് ആദ്യം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്തൊരു ഭാഗം കൂടെ പ്രാർത്ഥിച്ച ശേഷം നമുക്ക് അടുത്ത പ്രാർത്ഥന വിഷയത്തിലേക്ക് കയറാം. ഒറ്റ വാക്ക് നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പ്രാപിപ്പാനുള്ള സമ്പന്നതയുടെ വെളിപ്പാട് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആ ബോധ്യം ഞങ്ങൾക്കുണ്ടാകണമേ. മൂത്ത ചേട്ടന് പറ്റിയ അബദ്ധം, ഇങ്ങനെ വന്ന് അപ്പന്റെ വീട്ടിലൊരു വേലക്കാരനെ പോലെ നിന്ന് ഇതെല്ലാം അപ്പൻ പറഞ്ഞെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലാതെ ഇതെല്ലാം എന്റേതാണ്, ഞാൻ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിന്റെ ഭാഗം പറയാനാണ് വരുന്നത് കേട്ടോ, ഇതെല്ലാം എനിക്ക് അനുഭവിപ്പാനുള്ളതാണ് എന്ന ഒരു വെളിപ്പാട് എൻ്റെ അകത്ത് തുറക്കണമേ. 2, ഏതെങ്കിലും മേഖല അപ്പനെ വിട്ട് അകന്നു പോയതിന്റെ കുറ്റബോധം അകത്ത് വെച്ചുകൊണ്ട് അപ്പന്റെ സമ്പത്ത് അനുഭവിക്കാൻ പറ്റാതെ കൂലിക്കാരനെ പോലെ വീട്ടിൽ ഞാൻ നിന്നോളാം എന്ന ഇളയ മകന്റെ മനസ്സാക്ഷി അകത്തു വരാതെ, മനോബോധം അകത്തു വരാതെ ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് തുറന്നു പറയാം, കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ മക്കളെന്ന പദവിയിൽ ജീവിപ്പാനുള്ള കൃപ നൽകണമേ. ആ ജ്ഞാനം ഞങ്ങളുടെ അകത്ത് നൽകണമേ. ആ വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് നൽകണമേ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റുകൾ ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ഷഖബാനദാരക പ്രൗഢവനഘടകവന അബ്രഹാമിന്റെ ധനത്തിനൊത്തവണ്ണം ഇസഹാക്കിന് ദാനങ്ങൾ കൊടുത്തെങ്കിൽ എൻ്റെ പിതാവ്
കർത്താവാം ദൈവം ഓ റാബാന ശഖുറബന ഘടകബന സ്വർഗസ്ഥനായ പിതാവ് എന്റെ അപ്പനാണ്, എന്റെ അപ്പനാണ്, എന്റെ അപ്പനാണ്. ശഖ ലബാന അൽക്കബന അൽക്കബന. ഇന്ന് രാവിലെ അത് അകത്ത് വെളിപ്പാടാകട്ടെ, ഇന്ന് രാവിലെ അത് അകത്ത് വെളിപ്പാടാകട്ടെ. അൽക്കബന ഘടകബന അത്തൽ കടയാം. ദൈവത്തിന്റെ മകൻ എന്ന് മാത്രം പറഞ്ഞിരിക്കാതെ മകനെങ്കിൽ ഞാൻ ചിലവ് അനുഭവിക്കും. എന്താണ് അനുഭവിക്കാൻ പോകുന്നത്? ഞാൻ അനുഭവിക്കാൻ പോകുന്നത് അവന്റെ സമ്പത്താണ്. ഓ റാബാന ശഖാനദാന ഘടകദന. കഴിയുന്നവരെല്ലാം ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ ഇത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ ദൈവാത്മാവ് ഇത് വെളിപ്പാടാക്കി തരും. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് തുറന്നു വരും. ശബൽ ഘടകദനാദിര പ്രൗഢവന ഘടകജനകദുരവന ഘടകദനം. എന്റെ അപ്പന്റെ സമ്പത്ത് ഞാൻ അനുഭവിക്കേണ്ടവനാണ്. എന്റെ അപ്പന്റെ മഹത്വം ഞാൻ അനുഭവിക്കേണ്ടവനാണ്. എന്റെ അപ്പന്റെ ജ്ഞാനം അവൻ എന്റെ അകത്ത് തുറക്കുന്നവനാണ്. പോലെ തന്നെ എന്നെ അനുഗ്രഹിച്ചവൻ ഞാൻ Shakara Rabapau Shibi Biradul Khana Shakura Bara Shekuru Bini Hamdal Khedi Vishaskanadinadana Veda Prodabanagadana Veda Prodabanagadana ഞാൻ നിങ്ങളെ ഈ വചനങ്ങൾ കാണിക്കുമ്പോൾ എൻ്റെ അകത്തുള്ള ലക്ഷ്യം നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നമ്മുടെ മനസ്സിനകത്തുണ്ടാകും. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആശ്വാസം. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ പണിയുന്നത്. അപ്പം നമ്മൾ ഈ രാവിലെ ഈ വചനം കണ്ടിട്ട് ഞാൻ എല്ലാവരോടും അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറയുന്നത്, സാഹചര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും, സാഹചര്യങ്ങൾ നമ്മളെ കരയിപ്പിക്കും, സാഹചര്യങ്ങൾ നമ്മളെ തളർത്തും. അപ്പം ഈ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുമ്പോൾ, വചനത്തിനകത്തുള്ള സത്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ അകത്തത് ഭയങ്കര ധൈര്യം ഉണ്ടാക്കും. അപ്പോൾ ഈ വചനം നമ്മൾ ധ്യാനിച്ചിട്ട് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അഫലമാവുകയും ഈ വേർഡ് എന്താണോ പറയുന്നത് അത് നമ്മുടെ അകത്ത് വിശ്വാസമായി നമ്മൾ ആ ജ്ഞാനത്തിൽ ജീവിക്കാൻ തുടങ്ങും. അവനാണ് നിങ്ങളോട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ഞങ്ങൾ യോഗം കഴിഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞ്, ഇത് ആരെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ കയറി കിടന്ന് ഉറങ്ങുന്നുണ്ടോ ഇനി എന്നെനിക്കറിയില്ല. മീറ്റിംഗ് കഴിയുമ്പം തീരുന്ന സമയം നോക്കി തീരുന്ന സമയം നോക്കി അലാറം വെച്ച് എഴുന്നേൽക്കുന്നവരുണ്ടോയെന്ന് അറിയില്ല. കഴിയുന്ന എല്ലാവരും നിങ്ങളുടെ റൂമിനകത്ത് മറ്റ് സാവകാശത്തിൽ മനഃപൂർവ്വം നിങ്ങൾ ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പല പ്രശ്നമുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, പല പ്രതിസന്ധികളുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ അപ്പൻ നിങ്ങളുടെ എല്ലാ അവസ്ഥയിലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ അകത്തങ്ങ് കയറട്ടെ. ഇത് നമ്മുടെ അകത്ത് ഇന്ന് രാവിലെ അങ്ങ് ശക്തിയോടെ പ്രകാശിതമാകട്ടെ. ഇവിടെ പൗലോസ് തിമോഥെയോസിന് പറയുകയാണ്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും
ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാൻ. കണ്ടോ നിങ്ങളെ പദം കണ്ടോ? നിങ്ങൾ ഇവിടെ ധനവാന്മാർക്ക് എന്താ? അവർക്ക് ദൈവത്തിൽ ആശ വെക്കണ്ട, അവർക്ക് ദൈവത്തിലെ വിശ്വാസം വേണ്ട, അവർക്ക് ധനത്തിൽ ആശ വെച്ചാൽ മതി. അവരുടെ പ്രാപ്തിയിലാണ് അവർ ആശ വെക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ പ്രത്യേകത എന്താ? നമ്മുടെ കൈക്കകത്ത് ഒരു പക്ഷെ പൈസ ഉണ്ടാകില്ല. സമ്പന്നനായി നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ കൊണ്ട് നിങ്ങൾ സമ്പന്നരായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇവിടുത്തെ സമ്പന്നന്മാർ ധനത്തിൽ ആശ വെച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകത, നമുക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ വയ്ക്കും. ദൈവത്തിൽ നിങ്ങൾ ആശ വയ്ക്കും. നിങ്ങൾ സൽപ്രവൃത്തികളുള്ളവരായി മാറും, ദാനശീലരായി മാറും, ഔദാര്യമുള്ളവരായി മാറും. കാരണം എന്താ? നിങ്ങളുടെ അപ്പൻ ആരാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വരികയാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം നിങ്ങളുടെ അകത്ത് കയറുന്നുണ്ടോ? ചിലപ്പോൾ ഒരു പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. അവിടെ വാക്യമുണ്ട്, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം. അങ്ങനെ ഒരു അപ്പനുണ്ടോ നിങ്ങൾക്ക്? സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം. നിങ്ങളുടെ ഏത് അവസ്ഥയും ദൈവം പ്രവർത്തിക്കും. ഏത് അവസ്ഥയിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. ഓ റബാന, അതൊക്കെ പറഞ്ഞെന്ന് പ്രഖ്യാപിച്ചോണ്ടോ? അതൊക്കെ പറഞ്ഞ്, ഈ വചനത്തിന്റെ പ്രത്യേകത, ഇത് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നവരും ഇതിനകത്തുള്ള ജീവനും ശക്തിയും വെളിപ്പെടാൻ വേണം. നിങ്ങളുടെ അകത്തുനിന്ന് വിശ്വാസമാകും. ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞോ, ദൈവം എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറകൾക്ക് വേണ്ടത്. ഈ ധാരാളം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അഹങ്കാരത്തിലോ അല്ലെങ്കിൽ അത്യാഗ്രഹത്തിലൊന്നും പറയണ്ട. എൻ്റെ ആവശ്യങ്ങളിൽ മുഴുവൻ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് വരെ കൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവത്തിന് എൻ്റെ ആവശ്യം അറിയാം, എൻ്റെ ദൈവത്തിന് എൻ്റെ ആവശ്യം അറിയാം. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോ. എൻ്റെ ദൈവത്തിന് എൻ്റെ ആവശ്യം അറിയാം. എൻ്റെ ആശ എൻ്റെ ദൈവത്തിലാണ്, എൻ്റെ ആശ എൻ്റെ അപ്പനിലാണ്, എൻ്റെ ഉറപ്പ് എൻ്റെ അപ്പനിലാണ്. എൻ്റെ അപ്പൻ പ്രവർത്തിക്കും. ഓ, എൻ്റെ കടഭാരത്തിൽ അവൻ പ്രവർത്തിക്കും, എൻ്റെ ജീവിത പ്രതിസന്ധിയിൽ അവൻ പ്രവർത്തിക്കും, എൻ്റെ തലമുറകളുടെ വിഷയത്തിൽ അവൻ പ്രവർത്തിക്കും, എൻ്റെ കുടുംബ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കും. എനിക്ക് മുമ്പിൽ അവൻ വാതിലുകൾ തുറക്കും, എന്റെ മുമ്പിൽ അവൻ വഴികൾ തുറക്കും, എന്റെ തലമുറകളുടെ ഭാവിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. ആറാബാന ശബൽ ഘടകം, എനിക്ക് അവനെ അനുഭവിക്കാം. വീര്യതയോടെ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഷാദന, ഉറപ്പോടെ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഷാഖാബാന, വേദപ്രൗഢമന. അഭിഷേകം ഞാൻ അടുത്ത ഒരു ഭാഗം കൂടെ കാണിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ ഉറപ്പൊന്നും കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാൾ ഈ വാക്യം കൂടെ ഒന്ന് വായിക്കണം കേട്ടോ. ഈ വാക്യം കൂടെ ഒന്ന് വായിക്കണം. ഞാൻ ഈ വാക്യങ്ങൾ രാവിലെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ.
ഈ വാക്യം ഒന്ന് വായിച്ച്, ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ച്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് ഈ വാക്യം. ഒന്ന് വായിച്ചു. നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. അയ്യോ, ഹല്ലേലൂയ. ഇനി മൈക്ക് അൺമ്യൂട്ട് ചെയ്യാവുന്നവരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേരെ. എല്ലാവരും വാക്യം ഒന്ന് കേൾക്കട്ടെ, വാക്യം ഒന്ന് അകത്ത് കയറട്ടെ. ഏറ്റവും നല്ലത് പറ്റുന്നവരൊക്കെ ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി, ഒന്ന് പറയൂ ആ വാക്ക്. ദൈവം എനിക്ക് വേണ്ടി, ദൈവം സജിക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതിയിരുന്നു. ഓ റബാന ഹർഷസ്കനാദിനാദന അൽക്കദനാരകശ പ്രൗഢപന ഘടകദന ഹത്തുൽ ഘടകദന. ഒന്ന് പറഞ്ഞു അത് പ്രഖ്യാപിച്ചോ. അത് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, അത് പ്രഖ്യാപിച്ചകത്ത് വിശ്വാസമാകട്ടെ. അത് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, അത് പറഞ്ഞ് ദൈവം കരുതിയേക്കുകയാണ്. കരുതാനല്ല പറയണേ, കരുതിയിരിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടിയാണ് ഏറ്റവും നല്ലതൊന്ന് കരുതിയത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാബേൽ മുതലിങ്ങ് പിടിച്ച് ഓ റബാലഘടകവന വിശുദ്ധന്മാരുടെ നീണ്ട പട്ടികകൾ നിരത്തിവെച്ച് അവർ വിശ്വാസത്തിൽ നേടിയ ചരിത്രം മൊത്തം പറഞ്ഞ ശേഷം പൗലോസ് പറയുകയാണ് ഏറ്റവും ബെസ്റ്റ് ദൈവം ഏറ്റവും ബെസ്റ്റ് കരുതി എനിക്ക് വേണ്ടിയാണ്. വേദ പ്രൗഢപന ഘടകദനം പ്രൗഢപന ഘടകദനം ഏറ്റവും ബെസ്റ്റ് ദൈവം കരുതി എനിക്ക് വേണ്ടിയാണ്. അതങ്ങ് പറഞ്ഞോട്ടോ. ആ വചനം അങ്ങ് പറഞ്ഞേരെ. ആ വചനം അങ്ങ് പറയുന്തോറും അത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ പോകും. ശഖരാധന നിങ്ങൾ ഇത് അനുഭവിക്കാൻ പോകും. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയത് നിങ്ങളുടെ കുടുംബത്തിൽ തുറന്നു വരും. യഹോവ ജായിരേ എന്ന് പറഞ്ഞ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയ അബ്രഹാം പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോൾ ദൈവം കരുതിയത് അവന്റെ കൺമുമ്പിൽ വെളിപ്പെട്ടു വന്നെങ്കിൽ പറഞ്ഞു. അതങ്ങനെ പറ, ആദരം തുറന്ന് പറ. ഏറ്റവും മേത്തരമായിട്ട് ദൈവം കരുതിയത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ അപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ദൈവത്തോട് ജ്ഞാനം ചോദിച്ച് ജ്ഞാനം പ്രാപിച്ച മനുഷ്യനാണ് ശലോമോൻ. ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജ്ഞാനം ചോദിച്ച് ജ്ഞാനം പ്രാപിച്ച മനുഷ്യനാണ് ശലോമോൻ. നമ്മൾ ജ്ഞാനം ചോദിക്കേണ്ട കാര്യമില്ല. ജ്ഞാനം നമ്മുടെ അകത്ത് തുറക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ അവൻ നമുക്ക് തന്നിരിക്കുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി മാറിയിരിക്കുന്നു. അപ്പൊ സത്യത്തിൽ നമുക്ക് ജ്ഞാനം ചോദിക്കുകയാണോ വേണ്ടത്? കരുതിയത് അനുഭവിക്കുകയാണോ വേണ്ടത്? കരുതിയത് അനുഭവിക്കുകയാണ് വേണ്ടത്. യാക്കോബിനെ പോലെ നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി മൽപ്പിടുത്തത്തോടെ പ്രാർത്ഥിക്കണമോ? വേണ്ട. ക്രിസ്തുവിൽ സകല ആത്മീയ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഗലാത്യ ലേഖനം പറയുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. റോമാലേഖനം പറയുന്നു നിങ്ങൾ ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് മടക്കുന്നതിനാൽ നിങ്ങളുടെ മേൽ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ വന്നിരിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ അനുഗ്രഹങ്ങൾ വന്നിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചവനാൽ മരണപത്രം നിങ്ങളുടെ അവകാശമായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് വേണ്ടി കരുതി വെച്ചത് എന്നെ ദൈവാത്മാവ് തുറക്കുകയാണോ? മോശയെ പോലെ നിങ്ങൾ ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമോ? വേണ്ട. നിങ്ങളോട് വിട്ടുപിരിയാൻ കഴിയാതെ വണ്ണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതൊക്കെ ദൈവം കരുതി വെച്ചേക്കാണോ? ഇപ്പൊ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി ദാവീദിനെ പോലെ കരയണമോ? വേണ്ട. പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളുടെ അകത്ത് വസിക്കേണ്ടവന് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുകയാണ്. ദൈവം ചെയ്ത ഒരു വാഗ്ദത്തത്തിൽ നിന്നും മാറിപ്പോകാതെ നിനക്ക് വേണ്ടി ജ്ഞാനമായി, നിനക്ക് വേണ്ടി അനുഗ്രഹമായി, നിനക്ക് വേണ്ടി സാന്നിധ്യമായി, നിന്നെ വിട്ട് വേർപിരിയാൻ കഴിയാതെ വണ്ണം നിന്റെ അകത്ത് എന്നേക്കും വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ അകത്ത് തന്നിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? പഴയ നിയമ ഭക്തന്മാർ മൽപ്പിടുത്തത്തോടെ പ്രാപിച്ചത്, അവർ വില കൊടുത്ത് നേടിയത് നമുക്ക് അവൻ സൗജന്യമായി തന്നിരിക്കുന്നു.
നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്, നമ്മളെത്ര ശ്രേഷ്ഠവാന്മാരാണ്. കർത്താവ് നമുക്ക് നൽകിയത് ഒന്നും നമ്മുടെ അകത്ത് പതിയാൻ ഇനിയും പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ മൽപ്പിടുത്തത്തോടെ പ്രാർത്ഥിച്ചല്ല ഞാൻ അനുഗ്രഹമാകുന്നത്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചല്ല ഞാൻ ആ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴല്ല എനിക്ക് ജ്ഞാനം കിട്ടുന്നത്. ഇതെല്ലാം എൻ്റെ അകത്ത് അവൻ മുൻകൂട്ടി കരുതി തന്നിരിക്കുകയാണ്. ഇതെല്ലാം ഓപ്പണായാൽ, ജ്ഞാനം തുറന്നാൽ ശലോമോൻ സമ്പന്നനായി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കറിയില്ല നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ എന്ന്. യാക്കോബ് അനുഗ്രഹമായി മാറിയാൽ, യാക്കോബ് അവനെ അനുഗ്രഹിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറുകയാണ്. അപ്പോൾ നമ്മുടെ മേൽ കരുതിയത് കാണാൻ നമ്മുടെ കണ്ണ് തുറക്കുകയല്ലേ വേണ്ടത്? അതല്ലേ നമ്മൾ ഇന്നലെ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമേ. ഒന്ന് പ്രാർത്ഥിച്ച് ഷാഖാനക്ക, കർത്താവേ നീ എനിക്ക് വേണ്ടി കരുതിയത് കാണാൻ എന്നെ കണ്ണ് തുറക്കണമേ. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെയും ആത്മാവിനെ എനിക്ക് തരണമേ. ഒന്ന് മൈക്കാൻ വിട്ടത് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ഷാദൽ പ്രൗഢപനാരിക പ്രൗഷപന ഘടകതനം. Shakaba, Rahashaskanadina, Lambal Kadagadana, Rabashaskanadina, Ribal Proudabana Gadagadana, Proudabana Gadagadana, Veda Proudabana Gadagadana, Jibal Kadagadana, Rabba Proushabana Gadagadana, Raga Proudabana Gadagadana, Ragashas Laka, Rabana, Shagana, Taraba, Chavana, Kraba, Proudaban, Amba, Proudaban, Ambal Kadagam. ഞാൻ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ അപ്പനാരാണെന്നും ആ അപ്പനെ കൂടെ നിങ്ങൾക്ക് പകർന്നിരിക്കുന്ന അവകാശങ്ങൾ എന്താണെന്നും നിങ്ങളുടെ അകത്ത് ബോധ്യമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വാക്യോടെ വായിച്ച് നമുക്ക് ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ ഒരു വാക്യം കൂടെ ആരെങ്കിലും ഒരാൾ മൈക്കൺ മ്യൂട്ട് ചെയ്ത് വായിക്കണേ. വായിച്ചു, ഈ വാക്യം കൂടെ വായിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ഞാനും ശില്ലാനോസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തമായി കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നാമത് ലഭിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. രണ്ടാമത് ദൈവാത്മാവ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവദാസന്മാർ മനുഷ്യരാണ്. അവർക്ക് ദൈവം നൽകിയ കൃപാവരമാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ കൃപാവരം അവരുടെ ആത്മാവിൽ നിന്ന് ചിന്തകളായിട്ടാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളും അവരെന്തായി പറയും? അവർ ദൈവം പറഞ്ഞതുപോലെ പറയും. അവിടെ നിങ്ങൾ തെറ്റിപ്പോകരുത്, തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത്. ദൈവം പറയുന്നതല്ല എല്ലാ മനുഷ്യരും പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഒന്ന്, ദൈവദാസന്മാർ പറയുന്ന ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പലരും എനിക്കറിയാം. പക്ഷെ നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് ദൈവത്തിന്റെ വചനത്തെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്.
ഒന്ന്. രണ്ടാമത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, വചനം ധ്യാനിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളോട് സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത്, ഉൽപ്പത്തി പുസ്തകത്തിനകത്തൊക്കെ നാം വായിക്കുന്നു, ദൈവം നമ്മളോട്, തൻ്റെ മക്കളോട് ദൈവം നിങ്ങളുടെ അകത്തൊരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രവാചകനോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും, ദർശനത്തിൽ അവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. മനുഷ്യർക്ക് ഗാഠനിദ്ര ഉണ്ടാകുമ്പോൾ ദൈവം അവരോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും. അപ്പോൾ രണ്ടാമത്, ദൈവം നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ പറയുന്നത് സ്വപ്നത്തിലൂടെയാണ്. മൂന്നാമത്, ദൈവം നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ പറയുന്നത് ദർശനത്തിലൂടെയാണ്. നാലാമത്, ദൈവം നിങ്ങളോട് വാഗ്ദത്തങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. ആത്മാവിൽ അവൻ ചിന്തകളായിട്ട് നിങ്ങളുടെ ആത്മാവിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങും. ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. തോന്നലുകളും ആത്മാവിലെ ശബ്ദവും കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാകുള്ളൂ. ഒരു കൊച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ആ കൊച്ചിനെ നമ്മൾ കരം പിടിച്ച് മടത്തുന്നത് പോലെ ആത്മാവിൽ നിന്ന് വരുന്ന ഈ ചിന്തകൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. വീണ്ടും നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അഞ്ചാമത്തെ വഴി തുറന്നു വരും. അഞ്ചാമത്തെ വഴി കൃത്യമായിട്ട് നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാം. ഞാൻ ആറാമത്തതിനെയാണ് പ്രവാചക ശുശ്രൂഷയ്ക്കകത്തോ അല്ലെങ്കിൽ പ്രവാചക വരം, പ്രവാചക ഓഫീസിനകത്ത് ഞാൻ നിർത്തുന്നത്. ഇങ്ങനെ പല മേഖലകളിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ഈ 60 പേരോട് നിങ്ങൾ ഏതെങ്കിലും നിലയിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പോടെ പറയും, ഈ 60 പേരും ദൈവശബ്ദം കേട്ടിട്ടുള്ളവരായിരിക്കണം, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ളവരായിരിക്കണം. അപ്പം നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ കുറിച്ച്? ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സെക്ഷനിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മേൽ കർത്താവ് തുറന്നു വരും കേട്ടോ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ദേശത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ടോ? ഭരണാധികാരികളെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? സഭയെക്കുറിച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന സ്വപ്നങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ട്. ഈ ജഡത്തിൽ ഇങ്ങനെ വെറുതെ കിടന്നിങ്ങനെ കഷ്ടതയ്ക്കകത്ത് ഇങ്ങനെ കിടന്ന് ആശ വെച്ച് ജീവിക്കുന്നവർ കാണുന്ന ആ സ്വപ്നത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അത് ശലോമോൻ പറയുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നവർ കാണുന്ന സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വാഗ്ദത്തങ്ങൾ തുറക്കുന്നത് ഒന്ന് സ്വപ്നത്തിൽ കൂടെ, അത് അതത് സമയത്ത് ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളാണ്. നീക്കം വരാത്ത വാഗ്ദത്തങ്ങൾ വചനത്തിൽ കൂടെ തന്നിരിക്കുന്നു. ഏത് വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഇനി നിങ്ങളുടെ മനസ്സിലാക്കുന്ന ദൈവം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് കാണിച്ച എല്ലാവരും ഉണ്ടോ ഇവിടെ? നിങ്ങളുടെ മക്കളെ കുറിച്ച് കാണിച്ച, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് കാണിച്ച, നിങ്ങളുടെ അവസ്ഥകൾ ദൈവാത്മാവ് കാണിച്ച സ്വപ്നങ്ങളോ ദർശനങ്ങളോ അല്ല, വേണ്ട. നിങ്ങളുടെ വചനം എടുക്കും. പൗലോസ് പറഞ്ഞു, യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കാരാഗൃഹപ്രാണി ചോദിച്ചു, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പൊ കുടുംബത്തിന്റെ രക്ഷയുണ്ടോ? ഹലോ, കുടുംബത്തിന്റെ രക്ഷയുണ്ടോ? നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം മാറ്റുമോ? നിങ്ങളുടെ രോഗം കർത്താവ് സൗഖ്യമാക്കുമോ? നിങ്ങളുടെ സാഹചര്യങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ബൈബിളിൽ കണ്ടോ? നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എല്ലാ മരുന്നും കൂടെ ഒരുമിച്ച് വാങ്ങി കഴിച്ചിട്ടാണോ നിങ്ങൾ രോഗം വരുന്നത്? നിങ്ങൾ രോഗം വന്നാൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എല്ലാ മരുന്നും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചു കഴിക്കും? ഇല്ല. നിങ്ങളുടെ രോഗം ഏതാണ്? നിങ്ങളുടെ അവസ്ഥ ഏതാണ്? അതിനുള്ള വചനം അവൻ തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പറയാം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ എന്നോടുള്ള ബന്ധത്തിൽ ഊവ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവം നിങ്ങളെ കാണിച്ച കാഴ്ചകൾ, നിങ്ങൾ കേട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ, നിങ്ങൾ വചനത്തിൽ നിന്ന് വായിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് ബോധ്യമായ വാഗ്ദത്തങ്ങൾ എല്ലാം കൂടെ മനസ്സിലൊന്നോർത്തി എന്നിട്ട് ഇതങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ വാക്യം അതെല്ലാം കൂടെ മനസ്സിലോർത്തിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഈ വാക്യം ഒന്ന് വായിച്ചു. എല്ലാവരും ഈ വാക്യം ഒന്ന് വായിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്നോട് പറഞ്ഞത് എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഊവ് എന്നാണ്. ഒരു വാഗ്ദത്തത്തിൽ നിന്നും ദൈവത്തിന് മാറാൻ പറ്റില്ല. ഇതൊന്നും പറഞ്ഞോ കേട്ടോ. ദൈവത്തിനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ എന്നും പിന്നെ ഒരിക്കൽ ഇല്ല എന്നും പറയില്ല. അവനിൽ ഊവ എന്നേ ഉള്ളൂ. അങ്ങനെ വചനം പറഞ്ഞവർ അന്യഭാഷ പറഞ്ഞു, പ്രാർത്ഥിച്ചു.
ഷാബാനബാരക. ആ വചനം പറഞ്ഞവർ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഷാദൽ ഖേദിരി ശമ്മ പ്രൗഢമനാദക ശേബൽ പ്രൗഢമനഗടകവന. ആ വചനം പറഞ്ഞവർ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ വചനം എന്ന വാളൊക്കെ എടുത്ത് വെട്ടുമ്പോൾ ഒരു ഉറപ്പിൽ വേണം പറയാൻ കേട്ടോ. എന്റെ ദൈവം എന്നെ മരുഭൂമിയിൽ തള്ളിക്കളയുന്നവനല്ല, എന്റെ ദൈവം എന്നെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. ഷാബൽ ഘടകവന. അവൻ തുറക്കുന്നവനാണ്, അവൻ വാഗ്ദത്തങ്ങൾ തുറക്കുന്നവനാണ്. അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കാൻ വിരിക്കാൻ കഴിയില്ല. ഷാബൽ ഘടകവൻ. ഇത് പറയും തോറും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇത് തുറന്നു വരും. സ്പിരിച്വൽ വാർഫെയറിനകത്തുള്ള ഒരു ആയുധമാണ് വചനം എന്ന വാളെടുത്ത് വെട്ടുക. ഞാനും എന്റെ കുടുംബം അനുഗ്രഹമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, വിശ്വസിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ബാരിയറുകൾ പൊളിയും, അടിമത്തങ്ങൾ പൊളിയും, തകർച്ചകൾ പൊളിയും. ശമ്പൽ പ്രൗഢമനഘടകതനം ശകര ഭരാതിരാധന പ്രൗഷമനഘടകജന രാമപ്രൗഢമനഘടകതന അന്തൽ ഘടകജന ഗതുരമനഘടകതന കർത്താവേ ശകാര ഭാരമാ ജാവ പ്രൗഢമനാദന വേദ പ്രൗഢമന ഘടകത്തുരാധനാരക പ്രൗഢമന ഘടകതനാരക പ്രൗഢമന ഘടകതനാരക ശസ്. നല്ലവനും വിശ്വസ്തനുമാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ സമയം മുഴുവൻ ഞങ്ങളുടെ വചനം ധ്യാനിച്ച്, വചനം പ്രഖ്യാപിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ കർത്താവേ. ഞങ്ങൾ വചനം പ്രഖ്യാപിക്കുമ്പോൾ ആ വചനം ഇരുവായത്തിലുള്ള വാളാണ് എന്ന് ഞങ്ങൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു. ആ വചനം ആത്മയുദ്ധത്തിൽ ഞങ്ങൾ ഉപയോഗിക്കേണ്ട വാളാണ് എന്ന് ഞങ്ങൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ പ്രയോഗിച്ച, എടുത്ത, പ്രഖ്യാപിച്ച ദൈവവചനമെന്ന ആത്മാവിന്റെ വാളിനാൽ ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ തുറക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മക്കൾ പല വേദനയിലാണ്, പല പ്രയാസങ്ങളുടെ മടിവിലാണ്, പല അവസ്ഥകളുടെ മടിവിലാണ്. കർത്താവേ, ഞങ്ങളുടെ അകത്ത് തുറക്കേണ്ട ജ്ഞാനം തുറക്കാത്തതിനാൽ, മാറിപ്പോകേണ്ട കുറ്റബോധം മാറിപ്പോകാത്തതിനാൽ, അപ്പന്റെ ഭവനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും, ഞങ്ങൾക്കൊരു അപ്പനുണ്ടെങ്കിലും അപ്പന്റെ സമ്പത്ത് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം വെപ്പാട്ടുകളുടെ മക്കളെ പോലെ ഞങ്ങൾ ദാനങ്ങൾ മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന തലത്തിൽ നിന്ന് ഇന്ന് രാവിലെ ഞങ്ങളെ പണത് പുറത്തു കൊണ്ടുവരുന്ന അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങൾ മക്കളെന്ന വെളിപ്പാട് അങ്ങയുടെ മക്കളുടെ അകത്ത് ശക്തിപ്പെടട്ടെ കർത്താവേ. എത്ര വാക്തത്വങ്ങൾ തിരുവചനത്തിനകത്തുണ്ടെങ്കിലും അത് മുഴുവൻ ഞങ്ങളുടെ അവകാശമായി വെളിപ്പെട്ടു വരുമെന്നുള്ള വചനം ഇന്ന് രാവിലെ ഞങ്ങൾ പ്രഖ്യാപിച്ചുള്ള കർത്താവേ. ഞങ്ങൾ ഇന്ന് രാവിലെ ധൈര്യത്തോടെ അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങൾ ശലോമോനെ പോലെ ജ്ഞാനത്തിന് വേണ്ടി കരഞ്ഞു നിലവിളിക്കേണ്ടവരല്ല. അത് ഞങ്ങളുടെ മേൽ അങ്ങ് ക്രിസ്തുവിലൂടെ തുറന്നതിനാ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. സാക്ഷാൽ ജ്ഞാനമായ ക്രിസ്തുവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയവനാ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ യാക്കോബിനെ പോലെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി മൽപ്പിടുത്തം നടത്തേണ്ടവരല്ല. ഞങ്ങൾ ക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹവും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അനുഭവിച്ചവരാണെന്നുള്ള വെളിപ്പാട് ഇവരകത്ത് നിറയട്ടെ കർത്താവേ. ആ വെളിപ്പാട് ഇവരകത്ത് നിറയുമ്പോൾ ഇവരെ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകുമല്ലോ. ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമായി മാറേണ്ടവന്, ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ അനുഗ്രഹങ്ങൾ തുറന്നു വരേണ്ടവന് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ, ന്യായപ്രമാണം അനുസരിക്കുന്നവന്റെ കുടുംബത്തിന്മേൽ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ഈ ഭവനങ്ങളുടെ മേൽ തുറന്നു വരുമെന്നുള്ള വചനം ആമേനാകയാൽ, അത് ആ വാക്തത്വങ്ങൾ ഊവന്നാകയാൽ ഇന്ന് രാവിലെ ഞാനത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് തുറന്നു വരട്ടെ കർത്താവേ. കർത്താവേ, ആ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം ദാവീദ് കർത്താവ് മോശയോട് കൂടിയിരുന്ന അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ അങ്ങ് തുറന്നതിനാ ഞങ്ങൾ നന്ദി പറയുകയാണ്. ദാവീദിൽ നിന്ന് ആത്മാവിനെ അങ്ങ് എടുക്കരുതെന്ന് ദാവീദ് കരഞ്ഞെങ്കിൽ എന്നേക്കും വസിക്കുവാൻ ഞങ്ങളുടെ അകത്തങ്ങ് കർത്താവെ അങ്ങയുടെ ആത്മാവിനെ ദാനമായി നൽകിയല്ലോ കർത്താവ്. ഈ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർ മുഴുവൻ ഈ വചനത്തിൽ ഉറപ്പിക്കപ്പെട്ടെ കർത്താവെ. കർത്താവ്, ഓരോ കുടുംബങ്ങൾക്കായി സ്തോത്രം. വിമല സിസ്റ്റർക്കായി സ്തോത്രം, റോസ്ലി ജോസഫിനായി സ്തോത്രം, നിർമ്മല സിസ്റ്റർക്കായി സ്തോത്രം, തോമസ് ബാബു ബ്രദറിനായി സ്തോത്രം, അനിതഷായി സിസ്റ്റർക്കായി സ്തോത്രം, സോണിയ ജേക്കബിനായി സ്തോത്രം, ഉഷ രാമകൃഷ്ണനായി സ്തോത്രം, ലത ഉല്ലാസിനായി സ്തോത്രം, സിന്ധുദാസിനായി സ്തോത്രം, വള്ളിയമ്മ സിസ്റ്റർക്കായി സ്തോത്രം. കർത്താവെ പ്രിയ തോമസ് ബ്രദറിനായി സ്തോത്രം, സജിനി സിസ്റ്റർക്കായി സ്തോത്രം, ഷാഖാബാനഗദന സാബു ബ്രദറിനായി സ്തോത്രം, അന്നമ വർഗീസിനായി സ്തോത്രം, ജേക്കബ് ബ്രദറിനായി സ്തോത്രം, ബ്രൈറ്റിക്കായി സ്തോത്രം, പുഷ്കല രാജനായി സ്തോത്രം, സോഫിയ ആന്റിക്കായി സ്തോത്രം, സുശീല സിസ്റ്റർക്കായി സ്തോത്രം, ഡെൽഫി സിസ്റ്റർക്കായി സ്തോത്രം, ബീന ബാലഗോപാലായി സ്തോത്രം, ഗ്രേസ് സിസ്റ്ററിനായി സ്തോത്രം, പ്രസന്നകുമാരി സിസ്റ്റർക്കായി സ്തോത്രം, ജോൺ സെബാസ്റ്റ്യനായി സ്തോത്രം, ഡെയ്സി ഡേവിസിനായി സ്തോത്രം, പ്രിയ അരവിന്ദനായി സ്തോത്രം, അഞ്ജു സിസ്റ്റർക്കായി സ്തോത്രം, സുധാ വർഗീസിനായി സ്തോത്രം, ആര്യ റോസിനായി സ്തോത്രം, റീന
ആന്റണിക്കായി സ്തോത്രം, ആൽബിമോനായി സ്തോത്രം, നീനു സിസ്റ്റർക്കായി സ്തോത്രം, ലിനി അഗസ്റ്റിനായി സ്തോത്രം, ഗേളി സിസ്റ്റർക്കായി സ്തോത്രം, പ്രമീള സിസ്റ്റർക്കായി സ്തോത്രം. കർത്താവെ പ്രിയ രജനിക്കായി സ്തോത്രം, ഓ റാബാൽ ഘടകദ നഗടഗമന, മോളി ജോസഫിനായി സ്തോത്രം, പ്രഭാജോധനായി സ്തോത്രം. കർത്താവെ പ്രിയ ജയന്തി സിസ്റ്റർക്കായി സ്തോത്രം, ഗ്രേസ് ടീച്ചർക്കായി സ്തോത്രം, ഡോറിസ് സഹോദരിക്കായി സ്തോത്രം, രാഗി ജോബിക്കായി സ്തോത്രം. കർത്താവെ പ്രിയ വിശാൽ ബദനായി സ്തോത്രം, ഗ്രേസി ഡേവിഡായി സ്തോത്രം, ലിജി എൽദോസിനായി സ്തോത്രം, ജോളി പൗലോസിനായി സ്തോത്രം, ലാഭൽ ഘടകമന, രാജു ജോണിനായി സ്തോത്രം, ബീന വെളറിലേക്കായി സ്തോത്രം, സുനി അഭിക്കായി സ്തോത്രം, ജോയ്സി ജോണിനായി സ്തോത്രം, ഡയാനയ്ക്കായി സ്തോത്രം. കർത്താവ് ലിറ്റി ദാനിയലിനായി സ്തോത്രം, സുനിത സിസ്റ്റർക്കായി സ്തോത്രം, രുക്മണിക്ക് സിസ്റ്റർക്കായി സ്തോത്രം, ലുതി എബ്രഹാമിനായി സ്തോത്രം, ഷൈനി സിസ്റ്റർക്കായി സ്തോത്രം, റീന ജോർജിനായി സ്തോത്രം, ലിൻസിക്കായി സ്തോത്രം. അങ്ങനെ കൂടെ ഞങ്ങളുടെ കർത്താവ് ഇന്ന് രാവിലെ കടന്നു മരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പേര് കർത്താവ് ഇതിനകത്ത് ലിഖിതമാക്കാത്തവരെയും ഉണ്ടല്ലോ, അവരെ ഞങ്ങൾ ദൈവങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥനയ്ക്ക് സഭാന കടന്നു വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്, ഞങ്ങളുടെ ചർച്ചിനകത്തായിരിക്കുന്നവരുണ്ട്, സഭകളുടെ അകത്തായിരിക്കുന്നവരുണ്ട്, ഷാലോം ഫാമിലിയിലായിരിക്കുന്നവരുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും അകത്തും അവർ ആരാണെന്നുള്ള വെളിപ്പാട് കർത്താവ് ഇന്ന് രാവിലെ തുറന്നു കൊടുക്കണമേ. കർത്താവെ അബ്രഹാം തന്റെ കർത്താവെ തനിക്കുള്ള സമ്പത്ത് മുഴുവൻ തന്റെ മകനായ ഇസഹാക്കിന് കൊടുത്തതുപോലെ കർത്താവെ ദാസിയുടെ മക്കൾക്ക്, വെപ്പാട്ടിയുടെ മക്കൾക്ക് ദാനങ്ങൾ കൊടുത്തു. നിങ്ങൾ വായിക്കുന്നല്ലോ, ഞങ്ങൾ വെപ്പാട്ടിയുടെ മക്കളല്ല, ഞങ്ങൾ ദാസന്മാരല്ല, ഞങ്ങൾ ദാസിമാരല്ല, ഞങ്ങൾ പുത്രന്മാരും പുത്രിമാരുമാകിയാൽ അപ്പന്റെ സമ്പത്തിനനുസരിച്ചുള്ളവർ അങ്ങ് കുടുംബങ്ങളുടെ മേൽ തുറക്കുന്നതിനായി സ്തോത്രം. പല നിലയിൽ ഞങ്ങളുടെ മക്കൾ ഭാരം അനുഭവിക്കുന്നു, കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, തലമുറകളുടെ വിഷയത്തിൽ ഭാരം അനുഭവിക്കുന്നവരുണ്ട്, കണ്ടഭാരം, സാമ്പത്തിക ഞെരുക്കം, പല മേഖലകളിൽ പ്രയാസ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, തലമുറകളുടെ പഠനം, തലമുറകളുടെ ഭാവി, തലമുറകളുടെ ജോലി, കർത്താവി അങ്ങനെ പല നിലയിൽ കണ്ടഭാരം അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ഒക്കെ ഉണ്ടല്ലോ. കർത്താവി അങ്ങ് അവർക്ക് വേണ്ടി എല്ലാം അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം നീട്ടണമേ. അവകാശങ്ങൾ തുറന്നു കൊടുക്കണമേ. സകലതും ധാരാളമായി അനുഭവിപ്പാൻ തുറന്നു കൊടുക്കുന്ന അങ്ങയുടെ കരം, ബുദ്ധിമുട്ടുകളെ എടുത്തു മാറ്റുന്ന അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറക്കുവാൻ ഞാൻ അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. തേജസ്സിന്റെ ധനം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ കർത്താവേ. അതിന് അവരകത്തെ മനുഷ്യനെ പണിയണമേ. ഇപ്പോൾ ഞങ്ങൾ അല്പസമയത്തേക്ക് പിരിയുന്നു. സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറക്കണം. മുഴുവൻ അകത്തും ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം ഞാൻ പറയുന്നതിന് മുമ്പ് ഈ തേജസ്സിന്റെ ധനം നിങ്ങളുടെ അകത്ത് തുറക്കുന്നത് ദൈവജനത്തിൻ്റെ വെളിപ്പാടിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. ഞാൻ അവിടെ ഈ തേജസ്സിൻ്റെ ധനം എന്ന വിഷയം ഇന്നലെ പകലെടുത്തതിൻ്റെ ബാക്കി ഇന്ന് പകലെടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ മറക്കാതെ ആ സമയത്ത് ജോയിൻ്റ് ആകുക. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല, തീരുമാനിച്ച് ആ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അത് പറയാൻ പറ്റുകയുള്ളൂ. നമുക്കിപ്പോൾ ആശ്വാസത്തോടെ പിരിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.